ഞാൻ ഗണേഷ് പാറക്കട്ട, പെരുതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെ കാര്യാധ്യക്ഷൻ. പെരുതണ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് നിന്ന് മംഗലാപുരം പോകുന്ന വഴിയിൽ കുമ്പള എന്ന സ്ഥലത്ത് നിന്ന് ബദിയടുക്ക പോകുന്ന വഴിയിൽ പെരുതണ എന്ന ഒരു സ്ഥലത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, പെരുതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ ഏറ്റവും ഉത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. വാണിയ സമുദായത്തിൻ്റെ ആരാധനാക്ഷേത്രമാണ്. ചന്ദ്രഗിരി പുഴയ്ക്ക് ഇക്കരെയുള്ള എല്ലാ വാണിയ ഗാണിക സമുദായത്തിൽപ്പെട്ട, അതുപോലെ തന്നെ അടൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള വാണിയ സമുദായക്കാരുടെയും, അതുപോലെ തന്നെ മംഗലാപുരം, പുത്തൂർ, സുള്യ, മടിക്കേരി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്ന വാണിയ സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏകൈക ആരാധ്യ കേന്ദ്രമാണ് ശ്രീ മുച്ചിലോട്ട് പെരുതണ ക്ഷേത്രം. ഇവിടുത്തെ വിശേഷത എന്ന് പറയുന്നത്, ഇവിടെ സമൂഹത്തിൽ തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു കല്യാണ പരിപാടിയും, അതുപോലെ തന്നെ ഇവിടുത്തെ ആരാധനാ രീതിയും ഇവിടുത്തെ ആരാധന ശൈലിയൊക്കെ സമൂഹത്തിൽ തന്നെ ഒരു മാതൃകയാകുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ചും ഇവിടെ വരുന്ന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളായിട്ടുള്ള പൂരംകളി, അതുപോലെ തന്നെ ഉദയാസ്തമാനം എന്നിങ്ങനെ വരുന്ന 2 ഉത്സവങ്ങൾ, അതുപോലെ തന്നെ ചെവ്വളക്ക്, പിന്നെ കൂട്ടം ഉത്സവം, ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഐതിഹ്യം എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ക്ഷേത്ര കമ്പൗണ്ടിൻ്റെ അകത്ത് കടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള, അതായത് പടിപ്പുര എന്ന് പറയുന്ന സങ്കല്പമാണ്, വ്യവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ പടിപ്പുര എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ തന്നെ മുളി ഇട്ടിട്ടുള്ള ഒരു പണിത ഒരു രീതിയാണ്. ഇന്നത്തെ ആധുനിക കാലത്തിൽ കോൺക്രീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ അത് തന്നെ മുളിയിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്കറിയാം, ഇവിടെ ദേവവൃക്ഷങ്ങളായ ആല്, അരല്, അത്തി, ഇത്തി ഒരുമിച്ച് വളരുന്ന ഒരു പ്രദേശവും, അതുപോലെ തന്നെ നമുക്ക് പടിപ്പുരയുടെ ഭിത്തികളിൽ നമുക്ക് കാണാം, ചിത്രം വരച്ച് കാണാം, പാമ്പും അതുപോലെ തന്നെ മുങ്കുസിയും. അതുപോലെ തന്നെ പാമ്പും മുങ്കുസി എന്ന് പറഞ്ഞാൽ പാമ്പും കീരിയും, അതുപോലെ തന്നെ പുലിയും പശുവിൻ്റെ ചിത്രം കാണാം. അതായത് നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി അമ്മ ഈ പ്രദേശത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ദേവവൃക്ഷങ്ങളും അതുപോലെ തന്നെ ബദ്ധവൈരികളായിട്ടുള്ള പാമ്പും കീരിയും പുലിയും പശുവും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം പെരുതി ഇത് പെരുതണയായി എന്നാണ് നമുക്ക് ഐതിഹ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വാണിയ സമുദായക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. കഴിഞ്ഞ 2020 ഇവിടെ ബ്രഹ്മകലശം കഴിഞ്ഞു. 2020 മാർച്ച് 20-ാം തീയതിയായിരുന്നു ബ്രഹ്മകലശത്തിൻ്റെ അവസാന ദിവസം. വളരെ വൈഭവത്തോടുകൂടി ബ്രഹ്മകലശം തീരുമാനിക്കുകയും അത് ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ കൊറോണ എന്ന മഹാമാരി ഈ രാജ്യത്താകെ പടരുന്ന അവസരത്തിൽ മാർച്ച് 20-ാം തീയതി അവസാന ദിവസം ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നിട്ടും അത്തരത്തിലുള്ള ലോക്ക്ഡൗൺ ഉണ്ടായിട്ട് പോലും ഇവിടെ വളരെ ഭംഗിയായി ഇവിടെ ബ്രഹ്മകലശവും നമ്മുടെ ദേലമ്പാടി തന്ത്രി അവരുടെ കാർമ്മികത്വത്തിൽ ഇവിടെ നടന്നു. ആ ബ്രഹ്മകലശത്തിന് ശേഷം തൊട്ട് വർഷത്തിൽ തന്നെ ഇവിടെ ഇനി നടക്കാൻ പോകുന്ന കളിയാട്ട മഹോത്സവം നടക്കേണ്ടതായിരുന്നു. കൊറോണ എന്ന ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് 1-2 വർഷങ്ങൾ നീണ്ടു. അപ്പം നീണ്ട ഒരു 20 വർഷത്തിന് ശേഷമുള്ള ഒരു കളിയാട്ട മഹോത്സവത്തിലേക്കാണ് ശ്രീ പെരുതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം സന്നദ്ധമാകുന്നത്. 2004 അവസാനം ഈ ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടന്നത്. 2024 മാർച്ച് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ വളരെ വൈഭവത്തോടുകൂടി ഇവിടെ കളിയാട്ട മഹോത്സവം നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യപടി എന്ന നിലയിൽ ഇന്ന്, അതായത് ജനുവരി 17-ാം തീയതി രാവിലെയുള്ള ശുഭമുഹൂർത്തത്തിൽ കൊള്ളിമുറിക്കലും അതുപോലെ തന്നെ നിലപ്പണി തുടങ്ങലും, അതൊക്കെ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. നിലപ്പണി തുടങ്ങലും അതുപോലെ തന്നെ കൊള്ളിമുറിക്കൽ ചടങ്ങും നടന്നു കഴിഞ്ഞു. വളരെ വൈഭവത്തോടുകൂടി നടക്കാൻ പോകുന്ന ഈ കളിയാട്ട മഹോത്സവം നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാനാണ് നമ്മുടെ കളിയാട്ട സമിതി ഇത് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ സമുദായക്കാരും എല്ലാ വർഗ്ഗക്കാരും ഈ നാടിൻ്റെ മുഴുവൻ ഭക്തമഹാജനങ്ങളെയും
ഈ അവസരത്തിലേക്ക് ശ്രീ സന്നിധിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കുടികൊള്ളുന്ന പ്രധാനപ്പെട്ട അമ്മയായിട്ടുള്ള മുച്ചിലോട്ട് ഭഗവതിയും അതുപോലെ തന്നെ ഇവിടെ കുടികൊള്ളുന്ന പരിവാര ദൈവങ്ങളുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് ഭക്തജനങ്ങളുടെ എല്ലാവരോടും അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ് ഈ അവസരത്തിൽ. ഈ ക്ഷേത്രത്തിൽ കളിയാട്ടം നടക്കുന്ന 7 ദിവസകാലവും ഇവിടെ എല്ലാ ദിവസവും രാത്രിയും പകലും ആയിട്ട് ഇവിടെ ദൈവത്തിൻ്റെ നർത്തനവും ദൈവകാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നപ്രസാദ വിതരണം ഇവിടെ നടക്കുന്നതാണ്. കൂടാതെ നമ്മുടെ അതായത് 7-ാം തീയതി കഴിഞ്ഞ ശേഷം നമ്മുടെ ആചാര വ്യവസ്ഥക്കനുസരിച്ച് 12-ാം തീയതി അതായത് കളിയാട്ടം കഴിഞ്ഞ അവസാന ദിവസത്തിൻ്റെ 5-ാം ദിവസത്തിൽ കരിയടിക്കൽ ഒരു ചടങ്ങ് നമ്മുടെ ഈ ആചാര വ്യവസ്ഥയിലുണ്ട്. കരിയടിക്കൽ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ കല്യാണപ്പന്തലിന് വിശിഷ്ടമായിട്ട് നമ്മളെ കല്യാണം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഈ കളിയാട്ടം നടക്കുന്ന ആ വർഷം നമ്മുടെ കല്യാണം നടക്കുന്നത് കളിയാട്ടപ്പന്തലിലാണ്. നമ്മൾ പറയാറുണ്ട് കളിയാട്ടപ്പന്തലിൽ നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉഗ്രാണമൊക്കെയുള്ള ആ പന്തലാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഈ കരിയടിക്കൽ മുഹൂർത്തം കഴിഞ്ഞ ഉടൻ തന്നെ കല്യാണ ചടങ്ങ് ഈ വർഷം കളിയാട്ടത്തിൻ്റെ വർഷം കല്യാണ ചടങ്ങ് അവിടെ നടക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. പൂരത്തിൻ്റെ സമയം ഇല്ലെങ്കിൽ എല്ലാ വർഷവും പൂരത്തിനും ഉദയാസ്തമാനത്തിനാണ് കല്യാണം നടക്കൽ. പക്ഷെ കളിയാട്ടം നടക്കുന്ന ഈ വർഷത്തിൽ കളിയാട്ടം കഴിഞ്ഞ 5-ാം ദിവസം കരിയടിക്കൽ എന്ന മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിനോടൊപ്പം കല്യാണം നടക്കും. ഈ എല്ലാ പരിപാടിയിലേക്കും എല്ലാ ഭക്തമഹാജനങ്ങളെയും ശ്രീ സന്നിധിയിലേക്ക് കളിയാട്ട കമ്മിറ്റി സമസ്ത സമുദായ അംഗങ്ങളുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്.